ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഈ മഴ മൂലമുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് വയനാട് ജില്ലയിലെ പനമരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും രാവിലെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പനമരത്തിനെ പറ്റി രാവിലെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത്. റോഡിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്നത് ഒരു ആറിൻ്റെ തീരത്തായിട്ടാണ്. അപ്പോൾ ആ ആറിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചുറ്റോട് ചുറ്റും എവിടെ തിരിഞ്ഞാലും വയലുകളാണ് കേട്ടോ. അപ്പോൾ വയലുകളിലും വെള്ളം കയറി. ഇപ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 4 സൈഡും ഏകദേശം ഒരു കടൽ പോലെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ രാവിലെ മുതൽ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ. അതങ്ങ് തോരാതെ ഒന്ന് തോർന്നാൽ കൂടിയും അതിങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആൾക്കാരെയൊക്കെ പതിയെ ക്യാമ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെ ആദ്യത്തെ ഫ്ലോറിൽ നന്നായിട്ട് വെള്ളം കയറി രണ്ടാമത്തെ ഫ്ലോറിലോട്ട് പതിയെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആൾക്കാരെ അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെയുള്ള കുട്ടീനെയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. റോഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മുടെ അവസ്ഥ ഇതാണ്. നമ്മളെന്തായാലും സേഫാണ്. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. ഇതുവരെയും ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ വെള്ളം കയറിയതായിട്ട് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും ഇവിടുന്ന് ക്യാമ്പിലോട്ടോ എങ്ങോട്ടെങ്കിലും മാറാനാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വയനാട് ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് വയനാട് ജില്ലയിലാണ്. നമുക്ക് റെഡ് അലേർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആറ് കര കവിഞ്ഞ് ഒഴുകി തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. വെള്ളമുള്ളിടത്തേക്കൊക്കെ പോകാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചോളുക. എന്തായാലും ഈ മഴ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഇനി കൂടുതൽ അപ്ഡേഷനായിട്ട് ഞാൻ വരാം കേട്ടോ.